കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ മത്സരത്തിലാണ് എങ്കിലും കേരളത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് ഇരു മുന്നണികളും തമ്മിൽ പരസ്പരം വോട്ട് അഭ്യർത്ഥിക്കുന്നതും കാണാം. തമിഴ്നാട്ടിൽ CPM സ്ഥാനാർത്ഥിക്കായി തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിറങ്ങുന്നത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെയാണ്. BJPയും കോൺഗ്രസും ഒരുപോലെ ശത്രുക്കളാണ് എന്ന നിലപാടിലായിരുന്നു CPM. എന്നാൽ BJP എന്ന വർഗീയ പാർട്ടിയെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി സഹകരിക്കാമെന്ന ചർച്ച സീതാറാം യെച്ചൂരി ഉയർത്തിയതോടെയാണ് നേതൃത്വം മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. ബംഗാളിലും ത്രിപുരയിലും പ്രതിസന്ധി നേരിടുന്ന പാർട്ടിക്ക് നിലനിൽപ്പിനായി കോൺഗ്രസ് സഖ്യം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തമിഴ്നാട് DMK കോൺഗ്രസ് സഖ്യത്തിന്റെയും ഭാഗമാണ് CPM. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തുന്ന ഇടതു പാർട്ടികൾ കേരളത്തിന് പുറത്ത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് തേടുന്നത് BJP അടക്കമുള്ള എതിരാളികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് തമിഴ്നാട്ടിൽ CPM സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുറാലിയിൽ തമിഴ്നാട്ടിലെ ഇടത് നേതാക്കളും DMK നേതാക്കളും പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയുടെ ചിത്രവുമായി CPM തമിഴ്നാട്ടിൽ പുറത്തിറക്കിയ പ്രചരണ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. CPMന്റെ ദേശീയ നേതാക്കളുടെ ചിത്രമില്ലാതെയും സഖ്യത്തിന്റെ ഭാഗമായ മുസ്ലിം ലീഗ് നേതാവിന്റെ ചിത്രത്തോടൊപ്പമായിരുന്നു പോസ്റ്റർ ഉണ്ടാക്കിയത്. എന്നാൽ കോൺഗ്രസുമായി നേരിട്ട് സഖ്യമില്ല എന്നും DMK സഖ്യത്തിന്റെ ഭാഗമാണ് എന്നുമാണ് CPMന്റെ ന്യായീകരണം. കോൺഗ്രസ് പ്രകടന പത്രികയുടെ തമിഴ് പതിപ്പ് രാഹുൽ ഗാന്ധി ഇന്ന് പ്രകാശനം ചെയ്യും. കോൺഗ്രസ് പ്രകടന പത്രിക ഇറക്കിയതിനു ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.